പാലരുവി എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം നടന്ന വാർത്ത നമ്മെ ഏവരെയും ഒരുപോലെ നടുക്കുന്നതാണ്. മുത്തച്ഛനോടൊപ്പം സുരക്ഷിതയായി ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം. കൊല്ലം സ്വദേശിയായ പ്രതിയെ ഇതിനോടകം തന്നെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആ കുട്ടി. ട്രെയിനിൻ്റെ തറയിൽ മുത്തച്ഛനോടൊപ്പം സുരക്ഷിതയായി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പ്രതി എടുത്തുകൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. എന്നാൽ ഈ ക്രൂരത കണ്ടുനിന്ന തൊട്ടടുത്ത സീറ്റിലെ യാത്രക്കാരിയായ സ്ത്രീ നടത്തിയ ഇടപെടലാണ് പ്രതിയെ കുടുക്കിയത്. അവർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഉടനടി പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ അവർ നടത്തിയ ആ സംയോജിത ഇടപെടൽ കാരണമാണ് പ്രതി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത്. പൊതുസ്ഥലങ്ങളിലും ട്രെയിനുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അതീവ ജാഗ്രത പാലിച്ചേ മതിയാകൂ. യാത്രകളിൽ കുട്ടികളെ ഒരിക്കലും തനിച്ചുറക്കാൻ അനുവദിക്കരുത്. പരിചയമില്ലാത്തവർ നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങാതിരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയാൽ ഉടനടി പ്രതികരിക്കുക. ഓർക്കുക, റെയിൽവേയിൽ എന്തെങ്കിലും അത്യാഹിതമോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ 139 എന്ന നമ്പറിലോ റെയിൽ മദത് ആപ്പ് വഴിയോ പരാതിപ്പെടാം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അതിലുപരി നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം. നിയമങ്ങൾ വരും, പ്രതികൾ ശിക്ഷിക്കപ്പെടും, പക്ഷേ ഒരു നിമിഷത്തെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തകരുന്നത് ഒരു കുഞ്ഞിൻ്റെ സ്വപ്നവും ആത്മവിശ്വാസവുമാണ്. ജനക്കൂട്ടത്തിന് നടുവിലും നമ്മുടെ കണ്ണുകൾ കുഞ്ഞുങ്ങൾക്ക് കാവലായിരിക്കട്ടെ. ഇത്തരം വാർത്തകൾ വെറുമൊരു അറിയിപ്പായി അവസാനിക്കരുത്. നമ്മുടെ മക്കളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത ഓരോ നിമിഷവും അനിവാര്യമാണ്. മറ്റൊരു കുഞ്ഞിനും ഈ ഗതിയേറാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് ജാഗ്രത പാലിക്കാം. നിയമങ്ങൾ കർശനമാക്കിയാൽ മാത്രം ഇത്തരം ക്രൂരതകൾ അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ സമൂഹത്തിൻ്റെ മനോഭാവത്തിലാണോ മാറ്റം വരേണ്ടത്? ആ യാത്രക്കാരി ചെയ്തതുപോലെ ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.